മാനവികതയുടെ പേരിൽ കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും വാരിപ്പുണർന്ന ഒരു രാജ്യമാണ് ജർമ്മനി. ജർമ്മനി മാത്രമല്ല, പല യൂറോപ്യൻ രാജ്യങ്ങളും തങ്ങളുടെ തെറ്റു മനസ്സിലാക്കി അത് തിരുത്താനുള്ള തയ്യാറെടുപ്പിലാണ്. അതെ, തെറ്റ് സംഭവിക്കുക മനുഷ്യ സഹജമാണ്. പക്ഷേ ബുദ്ധിയുള്ളവന് ഒരു പാമ്പിന്റെ പൊത്തിൽ നിന്നും 2 തവണ കൊത്ത് കിട്ടരുത്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സമാധാനം തകരാൻ എന്താണോ കാരണം, എവിടെയാണോ ആ കാരണം, അത് കണ്ടെത്തി അതിനെ തിരുത്തുക എന്ന ലക്ഷ്യത്തിലാണ് ഇപ്പൊ ജർമ്മനിയും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളും. അയൽ രാജ്യങ്ങളുമായിട്ടുള്ള കരാറുകൾ വകവയ്ക്കാതെ തന്നെ ജർമ്മനിയിലേക്ക് എത്തുന്ന അഭയാർത്ഥികളെ അതിർത്തിയിൽ വെച്ച് തന്നെ കൂട്ടത്തോടെ തിരിച്ചയക്കാനാണ് പുതിയ ജർമ്മൻ സർക്കാർ ആലോചിക്കുന്നത്. ഭരണത്തിലെത്തുന്ന മുന്നണിയിലെ ഒരു വക്താവിന്റെ അഭിപ്രായമാണിത്. ഇപ്പോ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും ധാരാളം അഭയാർത്ഥികൾ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ളൊരു കരാർ ഒന്നും ഇവർ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം ആ കരാർ നോക്കിക്കൊണ്ടിരുന്നാൽ ഇവർക്ക് ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റില്ല. അപ്പോ ജർമ്മനിയിലെത്തുന്ന എല്ലാവർക്കും ഇവർ മനുഷ്യരാണല്ലോ, ആ ഒരു പരിഗണനയാണ് അവർക്ക് അവിടെ കിട്ടുന്നത്. പക്ഷേ ആ എവിടെയാണെങ്കിലും ശരി, ഇവർക്കൊരു ഇരിപ്പിടം കിട്ടിക്കഴിഞ്ഞാലാണ് അവർ കുളം തോണ്ടാൻ ആരംഭിക്കുന്നത്. ഇങ്ങനെ ഇവര് വലിഞ്ഞു കയറി വന്നിട്ട് ആ രാജ്യങ്ങളുടെ സമാധാനം കാർന്ന് തിന്നതോടുകൂടി കൂട്ടത്തോടുകൂടി എല്ലാത്തിനെയും നുള്ളിപ്പെറുക്കി വന്നിടത്തേക്ക് തിരിച്ചുവിടാനാണ് ഇപ്പോൾ ജർമ്മനി തീരുമാനിക്കുന്നത്. സഖ്യത്തിലെ ഒരു കക്ഷിയായ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ നേതാവും ഏഞ്ചല മെർക്കലിനു കീഴില് മന്ത്രിയുമായിരുന്ന ജെൻസ് സ്പാൻ ആണ് ഈ ആഴ്ചയുടെ അവസാനത്തില് സോഷ്യൽ ഡെമോക്രറ്റുകളുമായി നടന്ന ചർച്ചകൾക്ക് ശേഷം ഈ ഒരു പുതിയ നയം പ്രഖ്യാപിച്ചത്. ഇക്കാര്യം അയൽ രാജ്യങ്ങളെ അറിയിക്കുമെന്നും അവരുടെ കൂടെ സഹകരണത്തോടുകൂടി നടപ്പിലാക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് പോലെ അയൽ രാജ്യങ്ങളുടെ സമ്മതത്തോടെ മാത്രമേ ഇത് നടപ്പിലാക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞില്ല. മറ്റ് രാജ്യങ്ങളുടെ സമ്മതത്തിനു വേണ്ടി തങ്ങൾ കാത്തു നിൽക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. നിലവിലെ മൈഗ്രേഷൻ കരാറില് സഹകരിച്ചുകൊണ്ട് എന്ന് മാത്രമാണ് പറയുന്നതെന്നും സമ്മതം എന്ന ഒരു പദം അതിൽ പരാമർശിച്ചിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാ നിയമവശങ്ങളും പരിശോധിച്ചു മാത്രമേ ഇത് നടപ്പിലാക്കൂ എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ നയം സ്വീകരിക്കുകയാണെങ്കിൽ അത് വലിയ രൂപത്തിൽ EU മൈഗ്രേഷൻ നിയമത്തിനും യൂറോപ്യൻ കൺവെൻഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സിനും വിരുദ്ധമാകും എന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇങ്ങോട്ട് സ്വീകരിക്കുമ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇവരുണ്ടാക്കുന്ന കലാപ അന്തരീക്ഷവും രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ക്രിമിനലിസവും കാരണം ഇവരെ വന്നിടത്തേക്ക് തന്നെ തിരിച്ചയക്കാൻ തീരുമാനിക്കുമ്പോൾ ഒരുപാട് നിയമങ്ങളും റെസ്ട്രിക്ഷൻസുമാണ്. അതായത് ഈ നിയമ തടസ്സങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണമെങ്കിൽ ജർമ്മനി യൂറോപ്യൻ കൺവെൻഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സിൽ നിന്നും പുറത്തു പോകുമെന്നും സ്പാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ജർമ്മനിയുടെ ഈ നയം മറ്റു രാജ്യങ്ങളൊന്നും അംഗീകരിക്കില്ല എന്നാ പറയുന്നത്. പ്രത്യേകിച്ച് ഓസ്ട്രിയ അവരുടെ നിലപാട് വ്യക്തമാക്കി. ജർമ്മനിയിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നടക്കുന്ന തീവ്രവാദ ആക്രമണങ്ങളെ തുടർന്നാണ് ജർമ്മനി കുടിയേറ്റ വിഷയത്തിൽ കർക്കശമായ ഒരു നിലപാട് സ്വീകരിക്കാൻ തീരുമാനിച്ചത്. തീവ്ര വലതുപക്ഷ പാർട്ടിയായ AfDയുടെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതിയും ഇത്തരമൊരു തീരുമാനമെടുക്കാൻ ഭരണമുന്നണിയെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, ഇപ്പോ ഫ്രഞ്ച് പട്ടണമായ കലൈസിലെ ഉപയോഗത്തിലില്ലാത്ത 2 വെയർഹൌസുകൾക്കുള്ളില് വലിയ രൂപത്തിൽ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് പ്രതിഫലിപ്പിക്കുന്നത് കണ്ടത്.
കുടിയേറ്റക്കാരോടുള്ള ബ്രിട്ടന്റെ നയം കണ്ട് ഞെട്ടിയിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ. ജർമ്മനിയും ഇറ്റലിയും സ്വീഡനും നെതർലാൻഡ്സും ഒക്കെ കുടിയേറ്റത്തിനെതിരെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നപ്പോഴും അവരോട് മൃദു സമീപനം സ്വീകരിച്ച ബ്രിട്ടനിലേക്ക് കടക്കാൻ കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുടിയേറ്റക്കാരാണ് ആ വെയർഹൗസിൽ ഉണ്ടായിരുന്നത്. ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലിപ്പം വരുന്ന 2 വെയർഹൗസുകളിലുമായി 1500-ലധികം ടെന്റുകൾ കെട്ടിയിട്ടാണ് അവർ താമസിക്കുന്നത്. എത്രയും പെട്ടെന്ന് ബ്രിട്ടനിലേക്ക് കടക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് അവർ. ഇത്രയും പേർക്ക് ഉപയോഗിക്കാൻ അവിടെയുള്ളത് കൈവിരലിൽ എണ്ണാവുന്ന ശൗചാലയങ്ങൾ മാത്രമാണ്. ക്ഷീണിച്ച് അവശരായ മനുഷ്യരെയാണ് അവിടെ കണ്ടെത്താൻ സാധിച്ചത്. അവിടം സന്ദർശിച്ച സ്യൂ റീഡ്, സ്റ്റീവ് ഫിൻ ഇവർ ഡെയിലി മെയിലിൽ എഴുതുകയാണ്. കൂടുതൽ പേരും സുഡാനിൽ നിന്നുള്ള ആളുകളാണ്. കാൽപെരുമാറ്റം കേട്ട് ടെന്റിൽ നിന്നും നുഴഞ്ഞ് പുറത്ത് കടന്ന ചില ആളുകൾ തങ്ങളോട് ആന്റിബയോട്ടിക്കുകൾ ചോദിച്ചു എന്നും അവർ പറയുന്നു. ക്ഷയരോഗവും ഹെപ്പറ്റൈറ്റിസ് ബിയും HIV ഒക്കെ ബാധിച്ച ആളുകൾ അക്കൂട്ടത്തിൽ ഉണ്ട് എന്ന് അവർ തന്നെ വെളിപ്പെടുത്തുന്നു. ഫ്രഞ്ച് അധികൃതർ മരുന്ന് തരില്ല എന്ന് പറഞ്ഞ ഈജിപ്തിൽ നിന്നുള്ള ഒരു 38-കാരൻ പറഞ്ഞത്, ഒരു നാൾ ഇംഗ്ലണ്ടിൽ എത്താൻ കഴിഞ്ഞാൽ അവിടെ മരുന്നുകൾ സൗജന്യമായി കിട്ടുമെന്നാണെന്നും ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ഒരു വെളുത്ത വാനിൽ ചോറും കോഴിക്കറിയും എത്തുമെന്നും അതിനുവേണ്ടി ക്യൂ നിൽക്കണമെന്നും ഒരു ചാരിറ്റി സംഘടന നൽകുന്ന സൗജന്യ ഭക്ഷണമാണിതെന്നും പറയുന്നു. അത്യന്തം ബുദ്ധിമുട്ടേറിയ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴും ഇവരെ മുന്നോട്ട് നയിക്കുന്നത് വാഗ്ദത്ത ഭൂമിയായ ബ്രിട്ടനിൽ എത്താനാകും എന്ന സ്വപ്നമാണ്. ഇവിടെ താമസിക്കുന്നവരിൽ പലരും ലിബിയ വഴി ആദ്യം എത്തിയത് ഇറ്റലിയിലായിരുന്നു. ഇവരെ ഇറ്റലി പുറത്താക്കിയതോടുകൂടിയാണ് ഇവർ ഫ്രാൻസിൽ എത്തുന്നത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി തന്റെ രാജ്യത്തിന്റെ അതിർത്തികളിൽ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. അനധികൃതമായി ബോട്ടുകളിൽ എത്തുന്ന ആളുകളെ രാജ്യത്ത് പ്രവേശിപ്പിക്കില്ല എന്ന് അവർ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. അഭയാർത്ഥികൾ ഇവിടെ താമസിക്കുന്ന വിവരം കലൈസ് നിവാസികളിൽ പലർക്കും അറിയില്ല എന്നതാണ് വാസ്തവം. ഇതിനകത്ത് നിന്നുള്ള ചിത്രങ്ങളും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അന്തേവാസികളിൽ ചിലർക്ക് സിഗരറ്റ് പാക്കുകൾ നൽകിയപ്പോഴാണ് തങ്ങളെ അവർ അകത്തേക്ക് ക്ഷണിച്ചത് എന്ന് മെയിൽ ഓൺലൈൻ പ്രതിനിധികൾ പറയുന്നു. ഇറ്റലി മാത്രമല്ല, ജർമ്മനിയും സ്വീഡനും ഒക്കെ കുടിയേറ്റം കർശനമായി നിയന്ത്രിക്കുന്നതിനുള്ള നിലപാടുകൾ എടുത്തതോടെ അനധികൃത കുടിയേറ്റക്കാരുടെ സ്വപ്നഭൂമിയായി ബ്രിട്ടൻ മാറിയിരിക്കുകയാണ്. കാരണം മനുഷ്യന് വേണ്ടത് ജീവിക്കാനുള്ള സൗകര്യങ്ങളാണ്. ഇനി ഇവർക്ക് മാനുഷിക പരിഗണന നൽകി എല്ലാ സൗകര്യങ്ങളും നൽകി കഴിഞ്ഞാൽ ഇവർ ആ നാട്ടിൽ എന്തൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്യാമോ അതൊക്കെ ചെയ്തിട്ട് ആ നാട്ടിലുള്ള സകല മനുഷ്യന്റെയും മനസമാധാനത്തോടു കൂടിയുള്ള സ്വൈര ജീവിതത്തിന് വിഘാതം സൃഷ്ടിക്കും. നന്ദി.